ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഹോം ടൂറാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഹോമല്ലടും, ഇത് ഇവിടുത്തെ ഹൈടെക് ആടിൻ കൂടാണ് കേട്ടോ. മുമ്പ് ഇവിടെ ആടുണ്ടായിരുന്നു. വീട് കിട്ടിയില്ലല്ലേ. ഒന്നും കൂടെ ബാക്കിലേക്ക് വന്നിട്ട് ഇതാണ് നമ്മളെ വീട്. ഇത് വീടിൻ്റെ മുൻവശം, സിറ്റ് ഔട്ട് എന്നൊക്കെ പറയും. ഇതെൻ്റെ വീടിൻ്റെ കാവൽ, കാണുന്നുണ്ടോ? അതാണ് എൻ്റെ വീടിൻ്റെ സെക്യൂരിറ്റി, ആയത്തുൽ കുർസി. ഇതെൻ്റെ വീടിൻ്റെ ഹോള്. ദൂരേന്ന് എടുക്കുക, ഇപ്പുറത്തെ റൂമിൽ നിന്ന് എടുക്കുക, എന്നാലും ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ചെറിയ റൂമിൽ വീടിൻ്റെ ഹോൾ കേട്ടോ. വീട്ടിൽ വർക്കൊന്നും തീർന്നിട്ടില്ല, ഷെൽഫ് വെച്ചിട്ടില്ല. പിന്നെ ഇത് ടേബിളിൽ ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ വയ്ക്കാനേ ഇപ്പോൾ സൗകര്യമുള്ളൂ. അപ്പോൾ കുറേ ഇതിലധികം സാധനങ്ങളുണ്ടായിരുന്നു, ഒക്കെ മാറ്റി സെറ്റാക്കിക്കൊണ്ട് നിൽക്കുന്നു. പിന്നെ ഇത് ചെറിയൊരു റൂമാണ്. ഇത് മോളൊക്കെ ഇവിടെ നിൽക്കുന്ന ടൈമിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തൊരു അലമാരിയും ഒരു കട്ടിലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുള്ള കട്ടിൽ അപ്പുറത്തെ വലിയ റൂമിലേക്ക് മാറ്റി. ഡ്രസ്സൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു അലമാരി ഉണ്ടായിരുന്നു. അത് കല്യാണത്തിൻ്റെ ടൈമിൽ അത് കുറച്ച് ഡാമേജ് ആയപ്പോൾ അത് ഒഴിവാക്കി പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയതേനി. പക്ഷേ എമൗണ്ട് റെഡി ആവാനിട്ട് പിന്നെ എന്താ ഒരു ലോൺ സംവിധാനമല്ലേ, EMI അങ്ങനെ എന്തോന്ന്, അതിൻ്റെ അകത്ത് ഫുള്ള് റൂം സെറ്റിങ്ങൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ ആ പ്ലാൻ പാളി. അപ്പം അത് കിട്ടിയില്ല. അപ്പോൾ അലമാരി ഉള്ള പഴയത് അത് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ തൽക്കാലം ഡ്രസ്സൊക്കെ ഹാങ്ങറിലും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നു. പിന്നെ ഞാൻ പഠിക്കുന്ന ബുക്കൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട്, കുറേ ടേബിളിൽ വെക്കും. പിന്നെ എൻ്റെ ഡിസൈനിങ് വർക്കിൻ്റെ സാധനങ്ങൾ, പിന്നെ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളാട്ടോ. പിന്നെ അത് മോള് പഠിച്ച ബുക്കൊക്കെ അതാ സൂക്ഷിച്ച് മുകളിൽ വെച്ചതാവുള്ളൂ, റാക്കിൻ്റെ മുകളിൽ. ഈ റൂമിലൊരു റാക്കുണ്ട്, ഇതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ റാക്ക്. പിന്നെ ഇതൊരു രാജധാനിക്കട്ടിലായിരുന്നു. അതിൻ്റെ പടികളൊക്കെ കേട് വന്നപ്പം അത് രണ്ടും മാറ്റി വെച്ചതാണ്. ചിലപ്പോൾ അതിന് നല്ല പടിയൊക്കെ വാങ്ങിയിട്ട് ഒന്നും കൂടെ നന്നാക്കണം. പിന്നെ അതാണ് ചെറിയൊരു റൂം, ഫസ്റ്റ് റൂം. പിന്നെ നമ്മൾ വീണ്ടും ഹോളിൽ വന്നിട്ട് ഇത് സ്റ്റെയർ കേസ് ഒന്നും മുഴുവനാക്കിയില്ല, ഒക്കെ കാർപ്പറ്റ് ഇട്ട് ഒട്ടിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ ബാത്റൂം, വീടിൻ്റെ അകത്താണ് കേട്ടോ ബാത്റൂം. ഒരു കൊച്ചു ബാത്റൂം ഉണ്ട് കേട്ടോ, ചെറിയൊരു ബാത്റൂം. ഇതാണ് ബാത്റൂമിൽ ഷവറും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ട് ചെറിയൊരു ബാത്റൂം ഉണ്ടാക്കി. അപ്പോൾ അതൊരു സൗകര്യമാണ് വീടിൻ്റെ അകത്തുനിന്ന് തന്നെ. പുറത്ത് രാത്രിയൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാതെ പോകാനും ഒക്കെ ഒരു സൗകര്യത്തിന്. പിന്നെ ഇതാണ് ഞാൻ ഇപ്പോൾ ഉറങ്ങുന്ന റൂം. ഇതായിരുന്നു മോളും മോനൊക്കെ വന്നപ്പോൾ ഉറങ്ങുന്ന റൂം. അവർ പിന്നെ അവരെ വീട്ടിൽ നല്ല സെറ്റപ്പിൽ റൂമൊക്കെ ഉണ്ടാക്കിയപ്പം അവൾ അവിടെ തന്നെയാണ്. പിന്നെ അവൾക്ക് ഇവിടെ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല, അങ്ങനെയാണ് അവൾ പറഞ്ഞത്. അവിടെ ആകുമ്പോൾ ആളുകളും ബഹളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവൾ അവിടെ തന്നെയാണ് നിൽക്കൽ. ഈ റൂമിലും ഷെൽഫ് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഒരു സ്റ്റാൻഡ് ഫാൻ ഉണ്ട്, ഒരു ഫാൻ മാത്രമേ ഉള്ളൂ, സീലിംഗ് ഫാനൊന്നും ഇട്ടിട്ടില്ല. ഒരുപാട് വർക്കും പണികളും ഒക്കെ ഈ വീടിൻ്റെ അകത്ത് ഇനിയും ചെയ്ത് തീർക്കാണ്ട്. പിന്നെ ഇതാ ഞാൻ ഡിസൈൻ ചെയ്യുന്ന എൻ്റെ ഉപകരണം,
യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ജോലി തിരക്കിൻ്റെ ഇടയിലും ഇതൊക്കെ ചെയ്യും എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ. ഇപ്പോഴും ഇതാ രാവിലെ പോകുന്നതിന് മുന്നെയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ എൻ്റെ വണ്ടീൻ്റെ ഹെൽമെറ്റ്, പിന്നെ ഇതെനിക്കൊരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേൻ്റെ അന്ന് തന്നതാണ്, ഞാൻ ജോലി ചെയ്യുന്നിടത്തുള്ള. പിന്നെ ഇത് ഞാൻ പഠിക്കുമ്പോൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കുന്ന പെന്നാണ്. ഞാൻ ഉപയോഗിക്കുന്ന പെന്ന് ഇതാണ് കേട്ടോ. മോൾ എന്നോട് പറയും എൻ്റെ പെന്ന് വാങ്ങിയോന്ന് ചോദിക്കും എക്സാമിൻ്റെ ടൈമിൽ. അപ്പോൾ എൻ്റെ പെന്ന് ഇതാണ് ഞാൻ വാങ്ങുന്നത്, കാണുന്നുണ്ടോ, സെലോ പെന്ന്. ഇത് മോൾക്ക് മദ്രസയിൽ നിന്ന് ഇതോള് 2 വർഷം JDT നിന്ന് പഠിച്ചപ്പോൾ ഉള്ള ട്രോഫിയാണ്. അത് അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മദ്രസയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ആയപ്പോൾ ഒക്കെ കിട്ടിയ ട്രോഫിയാണ് ഇത്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഓൾക്ക് 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ കിട്ടിയ ട്രോഫിയാണ്. രണ്ടിനും സർട്ടിഫിക്കറ്റും പതക്കവും അങ്ങനത്തതൊക്കെ ഉണ്ട്. അതൊക്കെ ഓളെ ഫയലിലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന എൻ്റെ ടൂൾസും കാര്യങ്ങളുമാണ് ഗൈസ്. ഇനി ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള നോട്ടും കാര്യങ്ങളും. പിന്നെ ഇതാ എന്നെ മനോഹരമാക്കുന്ന എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ ടൂൾസ്. ഇവളാണ് എന്നെ സുന്ദരിയാക്കുന്നത്. ഡിസൈനുകളൊക്കെ ഓരോന്ന് ഇവളിലൂടെയാണ് ഞാൻ പുറത്തെടുക്കാറുള്ളത്. ഇതിന് മുമ്പ് വേറെ വലുതൊന്നും ഉണ്ടായിരുന്നു, ജാക്ക് മെഷീൻ. ഇത് ഫാഷൻ മേക്കറിൻ്റെ മെഷീനാണ് കേട്ടോ. അതിൻ്റെ മുമ്പ് ഒരു ജാക്ക് മെഷീൻ ഉണ്ടായിരുന്നു. ആ ജാക്ക് മെഷീൻ ഞാൻ മോളെ നിശ്ചയത്തിന് പൈസ തികയാഞ്ഞിട്ട് അത് വിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പുറത്തുനിന്നൊക്കെ കസ്റ്റമറിനോട് സ്റ്റിച്ചിങ്ങിന് ഓർഡർ എടുത്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ അത് പോയതിന് ശേഷം പിന്നെ ജോലി ആയതുകൊണ്ട്, ജോലിക്ക് പോകുന്നതുകൊണ്ടും കൂടി ഞാൻ ഓർഡറൊന്നും എടുക്കാറില്ല. പിന്നെ ഈ ഒരു മെഷീനിൽ ഞാൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യും. എൻ്റേതും മോളുടേതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഇത് എനിക്ക് ഹൗസ് വാമിങ്ങിന് കിട്ടിയ ടേബിള്, ചെയറും സ്റ്റൂളും കുറേയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഹൗസ് വാമിങ്ങിന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിച്ചണിലേക്കുള്ള ഇത് കിച്ചണാണ്, ഞാൻ മുമ്പ് കാണിച്ചിട്ടില്ലേ. കിച്ചണിൽ ഞാൻ വർക്കൊന്നും തുടങ്ങിയില്ല. രാവിലെ എഴുന്നേറ്റ് അലക്കാൻ പോയി. അലക്കിയതിന് ശേഷം കിച്ചണിലത് ആലുവ അടുപ്പ്, അതിൻ്റെ മുകളിൽ റാക്ക്, പിന്നെ ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ പാത്രം വയ്ക്കാനൊരു സ്റ്റാൻഡ് പിടിപ്പിച്ച് തന്നിട്ടുണ്ട് എൻജിനീയർ. പിന്നെ ഫ്രിഡ്ജും ഹൗസ് വാമിങ്ങിന് കിട്ടിയതാണ്. പിന്നെ ഇത് ഹൗസ് വാമിങ്ങിന് തന്നവർക്ക് അവരെ ഹൗസ് വാമിങ്ങിന് ഒരു മിക്സി ആട്ടോ കൊടുത്തത്, ഇൻഷാ അല്ലാ. പിന്നെ അതിൻ്റെ ഷെൽഫ്, പിന്നെ എൻ്റെ കിച്ചണിലെ റാക്ക്, കിച്ചൺ ആലുവ അടുപ്പ്, റാക്ക്. ഇത് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ അവിടേക്ക് അധികം കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ സ്വിച്ച് ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആയി കിടക്കുന്നുണ്ട്. കംപ്ലൈൻ്റ് ആയിട്ട് അത് റിപ്പയർ ചെയ്യണം. ഇവിടെ അടുത്തുള്ളൊരു വയറിങ് ചെക്ക് ഉണ്ട്, ഇതൊക്കെ അയച്ചു വെച്ചതാണ്. പുതിയ സ്വിച്ച് ബോർഡ് കൊണ്ടുവന്നപ്പം ഇനി അത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അവന് ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കാതെ തൽക്കാലം സ്വിച്ചൊക്കെ ഇടാനുള്ള ആ ഒരു സംവിധാനം ഉണ്ട് എന്തായാലും. ഇനി ഇതിൻ്റെ അകത്തൊക്കെ ഹോളിലൊക്കെ 2 ബൾബ് കത്തും. അപ്പം അങ്ങനെ. അപ്പം ഇതാണ് എൻ്റെ ഹോം ടൂർ, ചെറിയ എൻ്റെ വീട്. ഈ വീട് ഞാൻ ഉണ്ടാക്കാൻ കാരണം ഞങ്ങൾക്ക് ആദ്യം ചെറിയൊരു മൺകട്ടേൻ്റെ വീടായിരുന്നു, ഓടിട്ട വീടായിരുന്നു ഞാൻ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. ആ വീട് തന്നെ വാങ്ങാൻ കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കല്യാണത്തിന് ഒരു 12 പവനോളം ഗോൾഡ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു 75,000 രൂപയും സ്ത്രീധനം അവളെ ഉപ്പൻ്റെ വീട്ടുകാർക്ക് കൊടുത്തിരുന്നു. അവർ ഒരു ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ഒരു 5 പവൻ എടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് സാരി ചെയിനും 2 വളയായിട്ട് വാങ്ങി വെച്ചു. പിന്നെ അവർ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ സാരി ചെയിൻ 2.5 പവൻ്റെ 3 പവൻ്റെ അത് തിരിച്ചു തന്നു. പക്ഷേ 2 വള അവർ തിരിച്ചു തന്നിട്ടില്ല. ഇത് ഞാൻ പുത്തൻപള്ളിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. മാഷാ അല്ലാഹ്, എൻ്റെ വീടിൻ്റെ ഐശ്വര്യം.
നമുക്കൊരു കൊച്ചു വീട് എന്ന് പറഞ്ഞാൽ അതൊരു ബംഗ്ലാവ് പോലെ തന്നെയല്ലേ. കാരണം ഞാൻ ഇതിലും ചെറിയ വീട്ടിൽ നിന്നാണ് ജീവിച്ചു പോകുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് മുമ്പ് എനിക്ക് കല്യാണത്തിന് തന്ന ആ ഒരു സ്വർണം ഞാൻ കുറച്ച് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് സ്വർണം എടുത്തിട്ട് വിറ്റിട്ട് കുറച്ച് ലോണും എടുത്തു. കുറച്ച് സ്വർണം എടുത്തിട്ട് വിറ്റു. എന്നിട്ടൊരു 8 സെൻറ്റ് സ്ഥലം വാങ്ങി തറവാട് വീടിൻ്റെ കുറച്ച് താഴെ റോഡ് സൈഡിലായിട്ട് അവിടെ 8 സെൻറ്റ് സ്ഥലം വാങ്ങി. പിന്നെ അതിലൊരു ചെറിയ ഷെഡൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ജീവിച്ചിരുന്നു. അപ്പോൾ ബാക്കി 7 പവന് കയ്യിലുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബാലൻസ് ക്യാഷ് ലോൺ എടുക്കുകയും ചെയ്തു. പിന്നെ ആ സ്ഥലം ചില പ്രതിസന്ധികൾ കാരണം വിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ സ്ഥലം ആദ്യം വാങ്ങിയ എമൗണ്ടിനേക്കാളും ഒരു 3 ഇരട്ടി എമൗണ്ട് കൂടുതൽ കിട്ടി. ആ എമൗണ്ട് വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൽ ഇവിടെ സ്ഥലവും വീടും കൂടെ വാങ്ങി. ആ വീട് ഒരു ഓടിട്ട് മൺകട്ടേൻ്റെ ഒരു ചെറിയ വീടായിരുന്നു. വലിയ അടച്ചുറപ്പൊന്നുമില്ലാത്ത ഒരു വീടായിരുന്നു. അപ്പോൾ ആ വീട് പിന്നെ അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയോ ഞാനും എൻ്റെ മോളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കിടന്നുറങ്ങാനും ജീവിക്കാനും ഒക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെക്കാളും കഷ്ടപ്പാടുള്ള എത്രയോ ആളുകൾ ഭൂമിയിലുണ്ട് കേട്ടോ. എന്നാലും അവനവന് ഒരു കഷ്ടപ്പാട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഇത് തന്നെയല്ലേ, മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഞാൻ പഠിച്ചവൻ്റെ അടുത്ത് നിത്യം പ്രാർത്ഥിക്കും. ഈ പറഞ്ഞതുപോലെ തഹജ്ജുദിലും 5 വക്ത് നിസ്കാരത്തിലും അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഇവിടെ ന്യൂസ് പേപ്പർ ഇടാറുണ്ട് വീട്ടിൽ. അപ്പം ന്യൂസ് പേപ്പർ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പേപ്പർ അരിച്ച് പെറുക്കി വായിക്കൽ എൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ആ സമയത്ത് അങ്ങനെ വായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ന്യൂസ് കണ്ണിൽപ്പെട്ടു. തിരുവനന്തപുരത്തുള്ളൊരു സ്കീമാണ്, പിന്നെ ഇമ്പിച്ചി ബാവ ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ട്. ആ പദ്ധതി പ്രകാരം ഡിവോഴ്സ് ആയവർക്കും ഭർത്താവ് ഉപേക്ഷിച്ചവർക്കും ഭർത്താവ് മരണപ്പെട്ടവർക്കും അങ്ങനെ വിവാഹം തീരെ കഴിക്കാത്ത സ്ത്രീകൾക്ക്, അതായത് ചെറിയ കുട്ടികളല്ല കേട്ടോ, ഒരു ഏജ് കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കാണ്ട് നിൽക്കുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെ ആയിട്ടുള്ളൊരു സഹായം ഭവന പദ്ധതി കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ അക്ഷയയിൽ പോയിട്ട് അന്വേഷിച്ചു. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ അതിലേക്ക് ഫയലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ അപേക്ഷിക്കാൻ പറ്റും, കിട്ടുമെന്ന് നോക്കാം, ഉറപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറേ നെട്ടോട്ടം ഓടി. ഒരു വീടൊക്കെ കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് പേപ്പറുകൾ വേണ്ടത്, എന്തൊക്കെയാണ് അത്. ഇനിയിപ്പോൾ നമുക്കൊരു വീട് കിട്ടിയെന്ന് അറിഞ്ഞാൽ അത് മുടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. എന്തോ ഭാഗ്യത്തിന് ഞാനിത് ആരോടും പറയാതെ മുഴുവനാക്കി. ലാസ്റ്റ് പഞ്ചായത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പേപ്പറുകളൊക്കെ ശരിയായി കിട്ടേണ്ടതുണ്ടായിരുന്നു. ഓണർഷിപ്പ്, മറ്റേ നികുതി ഷീറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടണമല്ലോ. അപ്പോഴാണ് പഞ്ചായത്തുള്ളവരും അറിയുന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു സഹായം 4 ലക്ഷം രൂപയും പിന്നെ ഞാൻ എൻ്റെ സ്ഥലം വിറ്റപ്പോൾ ഉള്ള കുറച്ച് എമൗണ്ടും. ആദ്യത്തെ സ്ഥലം വിറ്റിട്ടാണല്ലോ ഇവിടെ എടുത്തത്. അത് വിറ്റപ്പോൾ തന്നെ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എനിക്കിവിടെ വീടെടുക്കാൻ ചിലവാക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ വണ്ടി വാങ്ങി. പിന്നെ എൻ്റെ ഗോൾഡ് പണയത്തിലുള്ളത് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങി. അങ്ങനെയൊക്കെയാണ് ഇവിടെ വീട് എടുത്തിരുന്നത്. എന്നിട്ടും അതിൽ കുറച്ച് ബാലൻസ് ക്യാഷ് 1 ലക്ഷം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ മോളും ചിലവും കഴിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു പദ്ധതി വന്നതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് എമൗണ്ടും പിന്നെ ഈ എൻ്റെ ഗോൾഡ് 7 പവനുണ്ടായിരുന്ന ബാക്കി അതും പിന്നെ ഈ കിട്ടിയ 4 ലക്ഷവും ഇതെല്ലാം കൂടെ കൂട്ടി പിന്നെ ഞാൻ ഒരു വീടിന് പാസ്സായി എന്നറിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമുക്ക് എന്തായാലും ഒരുപാട് എത്ര പൈസ തികച്ചാലും തികയാത്തൊരു സാഹചര്യമായിരിക്കും ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഞാൻ ഒരു ജോലിക്ക് കയറി. ഞങ്ങളുടെ തൊട്ടടുത്ത് താമരശ്ശേരിയിലൊരു ലുലു വെഡ്ഡിങ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക്, അവിടുത്തെ ഷോപ്പിലെ സ്റ്റിച്ചിങ് വർക്ക് ഞാൻ അതിന് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു റൂമിൽ ഞാൻ വർക്ക് ചെയ്തു. അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത സാലറിയിൽ അങ്ങനെ ചെയ്തു. അന്ന് 13,000 രൂപയായിരുന്നു കേട്ടോ സാലറി ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ട് ഞങ്ങൾ വീട് പൊളിച്ചതിന് ശേഷം വാടകയ്ക്ക് മാറി. വാടകയ്ക്ക് 2,500 രൂപ അത് കൊടുത്തു. പിന്നെ ഞങ്ങളെ ചിലവും കാര്യങ്ങളും അതൊക്കെ അത് വെച്ചിട്ടാണ് കഴിഞ്ഞത്. പിന്നെ വീടിൻ്റെ പണിയിലേക്ക് ഒരു 5,000 രൂപ അതും കൊടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് ഈ വീട് മുഴുവനായത്. എന്നിട്ടും ഇനിയും പണി ബാക്കിയാണ്.
അന്ന് ഞാൻ ആ ഷോപ്പിൽ നിന്ന സമയത്ത് അവർക്ക് ടെക്സ്റ്റൈലാണല്ലോ, ബ്രൈഡൽ വർക്കിൻ്റെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഉള്ളൊരു ഷോപ്പാണ്. അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ കർട്ടൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർട്ടനാണ്. ഇത് വാങ്ങി ഇവിടെ ഫിറ്റാക്കി. അവിടെ അന്ന് ഷോപ്പിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു കേട്ടോ, വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന്. അപ്പോൾ അവരിത് കണ്ടപ്പോൾ ഞങ്ങളെ കണ്ണിൽ ഇതൊന്നും പെട്ടില്ലല്ലോ, ഇത്രയും നല്ല കർട്ടൻ എന്നൊക്കെ അവർ പറയായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, എൻ്റെ കണ്ണിൽ എപ്പോഴും നല്ലതേ പെടാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടുണ്ടാക്കിയ വിശേഷം. ഇനിയും കുറേ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ടൂർ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ അങ്ങനെ കണ്ടിട്ട് എല്ലാവരും പോകുന്നുണ്ട്, വ്യൂവേഴ്സ് കൂടുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ജസ്റ്റ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു കുഴപ്പമില്ല ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ എല്ലാവരും മറക്കാതെ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ വിശേഷം. ഇനി ജോലിൻ്റെ വിശേഷം പറഞ്ഞുതരാം കേട്ടോ, പിന്നെ ഡേ മൈ ലൈഫ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ടാറ്റാ, വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പം മാഷാ അല്ലാ, പോവട്ടെ, പിന്നെ കാണാം വേറൊരു വിശേഷമായിട്ട്. ടാറ്റാ ബൈ ഫ്രം ലൈല ലുലു.